MLA ആവാനുള്ള പക്വത ആയിട്ടില്ല. MLA സ്ഥാനത്ത് വരികയാണെങ്കിൽ അതെങ്ങനെ ഒരു വകുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോകുമെന്നാണ് പ്രതീക്ഷ. ജനങ്ങൾക്ക് നല്ലത് ചെയ്യണമെങ്കിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ അവരുടെ മനസ്സിൻ്റെ കെട്ടി പോലെ ഇരിക്കും. ഒരു ചെറിയ മഴ വന്നാൽ പോലും ഇവിടുത്തെ ദുരിതങ്ങൾ ഇവിടെയുള്ള ആൾക്കാരല്ലേ അനുഭവിക്കുന്നത്. അവിടെ പോലുള്ള ജാടയെല്ലാം കാണുമ്പോൾ ജനങ്ങൾ ഒരു എളുപ്പമാണ്. അവർ വളരെ ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യുകയും അത് പഠിക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത ഒരു മേയറാണ് ആര്യ രാജേന്ദ്രൻ. നമസ്കാരം. നമ്മുടെ കേരളം വീണ്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ പോവുകയാണ്. ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മേയർ ആര്യ രാജേന്ദ്രനും ഒരു MLA സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. യുവജനങ്ങൾ മുന്നോട്ട് വരട്ടെ എന്ന ആശയത്തോടെയായിരുന്നു CPM ആര്യ രാജേന്ദ്രനെ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുൻപ് മേയറാക്കിയത്. മേയർ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ പോകുമ്പോൾ ജനങ്ങൾക്ക് മേയറെ പറ്റി പറയാനുള്ളത് ഇതാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രനും മത്സരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഒരു 5 വർഷത്തെ കാലത്ത് ഈ ഒരു മേയർ ഭരണമൊക്കെ വിലയിരുത്തുമ്പോൾ MLA ആയിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടായിരിക്കും? MLA ആയിട്ട് വന്ന് ഞാനെന്ത് പറയാനാണ്. നമുക്കൊരു 5 വർഷമായിട്ട് നമ്മുടെ മേയർ എന്ന് പറയുന്നത് ആര്യ രാജേന്ദ്രനാണല്ലോ. ഒരു ചെറുപ്പം അതിന്റെ ഒരു ഇതായിട്ടാണ്, കാൻഡിഡേറ്റ് ആയിട്ടാണ് പുള്ളിക്കാരി വന്നത്. ഒരു MLA ആയി കഴിഞ്ഞാൽ മേബി MLA ആവാനുള്ള പക്വത ആയിട്ടില്ല. അത് MLA എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു പക്വത ഉണ്ട്. ഇപ്പോഴേ തന്നെ പക്വത കുറവാണ്. അപ്പം MLA ആവുമെന്ന് പറയുമ്പോൾ ഒരു പക്വതയൊക്കെ വേണം. അപ്പോഴേ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്താ ചേട്ടാ, ഇപ്പൊ മേയർ ആയിരുന്ന സമയത്ത് എന്താ ചേട്ടന് പക്വത കുറവായിട്ട് തോന്നിയിട്ടുള്ളത്? തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചെറിയ ഇതൊക്കെ തകരാറൊക്കെ വരാറുണ്ട്. നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ടാണ് പറയാൻ കാര്യം. അന്ന് പിന്നെ ട്രാൻസ്പോർട്ടിൻ്റെ ആ ഡ്രൈവറിൻ്റെ കേസ്, അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കേസുകളാണ്. ഒരു മുതിർന്ന ഒരാളാണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. അപ്പം പ്രായത്തിൻ്റെ പക്വതയാണ്. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. കൊള്ളായിരിക്കുമെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് 5 വർഷത്തെ ഭരണം? എങ്ങനെയുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് മേയർ ആയിരുന്നിട്ട്? കുഴപ്പമില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഒരു മേയർ ഇരുന്ന സമയത്തൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളത്. ഭരണം കൊള്ളാം. പിന്നെ അതേപോലെ ചിലപ്പം MLA സ്ഥാനത്ത് വരികയാണെങ്കിൽ അതെങ്ങനെ ഒരു വകുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോകുമെന്നാണ് പ്രതീക്ഷ. പക്ഷെ പുള്ളിക്കാരി മേയർ ആയിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിരുന്നത് ചെറുപ്പമായതുകൊണ്ട് ആ പ്രായത്തിനൊത്ത പക്വതയില്ല എന്ന് പലരും വിമർശിച്ചിരുന്നു. എല്ലാത്തിലും വരും. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കും പോലെയാണ്. 1ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ഇതാണ്. അത് കഴിഞ്ഞ് 5, 6 പോകുമ്പോഴേ അത് പക്വത നല്ല രീതിയിലാവുകയുള്ളൂ. ആദ്യമായിട്ടൊരു സാധനം കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരു പാളിച്ചേക്ക് വരും. അതിനെ ഒരു വിമർശനമായിട്ട് കുറ്റപ്പെടുത്തിയേക്ക് എടുക്കും ആൾക്കാർ. അത്രയേ ഉള്ളൂ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പാർട്ടി തീരുമാനമായിരിക്കാം. ജനങ്ങൾ സന്മനസ്സുണ്ടെങ്കിൽ വോട്ടിട്ട് കൊടുക്കും. ഒരു മേയർ സ്ഥാനത്തിരുന്നിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരി MLA ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അവരുടെ മനസ്സിൻ്റെ കെട്ടി പോലെ ഇരിക്കും. ഇനി അടുത്ത് എന്താണ് ചെയ്യുന്നത് അവരുടെ മനസ്സിൻ്റെ കെട്ടി പോലെ ഇരിക്കും. ജനങ്ങൾക്ക് നല്ലത് ചെയ്യണമെങ്കിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ അവരുടെ മനസ്സിൻ്റെ കെട്ടി പോലെ ഇരിക്കും. എങ്ങനെയാണ് പുള്ളിക്കാരിയുടെ മേയർ ആ ഒരു സ്ഥാനത്തിരുന്നപ്പോൾ ഒരു ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പിന്നെ നമുക്ക് ഒരാൾക്ക് വേണ്ടി മാത്രം പറയാൻ പറ്റൂലല്ലോ. ഒരു 5 വർഷ കാലമായിട്ട് ആ ലേഡിയാണല്ലോ നമ്മുടെ മേയറായിട്ട് തുടരുന്നത്. എന്ത് തോന്നുന്നു ഭരണം നമ്മുടെ ഈ ഒരു തിരുവനന്തപുരത്തിനുണ്ടായ വികസനത്തെ പറ്റി എന്താ പറയാനുള്ളത്? വികസനം എന്ന് വെച്ചിരുന്നാൽ നമുക്ക് ചെയ്യാനുള്ള കാരണം വെച്ചിരുന്നാൽ ഇത് കിഴക്കേ കോട്ടയാണ്. ഈ കിഴക്കേ കോട്ടയിൽ ഒരു പബ്ലിക് കമ്പാർട്ട്മെൻ്റ് ഇല്ല. നമ്മുടെ ഒരു മേയർ എന്ന് വെച്ചിരുന്നാൽ തിരുവനന്തപുരം നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവാടം കിഴക്കേ കോട്ടയാണ്. ഈ ഒരുപാട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുന്ന ഒരുപാട് പേര് കാണാം. ചിലപ്പോൾ ആറ്റുകാലിൽ പൊങ്കാല വരുന്ന സമയത്ത് ഒരുപാട് ഭക്തർ വരുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്കൊരു പബ്ലിക് കമ്പാർട്ട്മെൻറ്റ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാനുള്ളൊരു സന്മനസ് കാണിക്കണമായിരുന്നു. ഒരു ഗാന്ധി പാർക്ക് ഉണ്ടായി, അതിൽ ഇത്രയും ലക്ഷം രൂപ മുടക്കിയാണ് ഉണ്ടാക്കിയിരുന്നത്. അവിടെ ഒരു ചെറിയ നല്ലൊരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി ഒരാളെ ജോലിക്ക് കോർപ്പറേഷൻ ഒരാളെ നിർത്തിയിട്ട് ഒന്ന് വൃത്തിയാക്കി കൊടുത്താൽ സുഖമായി. അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു ഫോൾട്ട്. പിന്നെ അത് ഏറ്റവും വലിയൊരു ഫോൾട്ടാണ്. കാര്യം തരാമോ, ഈ ഇപ്പോഴത്തെ കാലം യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാർ കാണാം. കാര്യം ഷുഗറിൻ്റെ ആൾക്കാർ കാണാം. അപ്പം യൂറിൻ പാസ് ചെയ്യണം. യൂറിൻ പാസ് ചെയ്യാൻ ഓരോരുത്തർ കിടന്ന് അലയണം. കാര്യം ഷുഗറുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എപ്പോഴും ചില മൂത്രം ഒഴിക്കേണ്ടി വരും, യൂറിൻ പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. കാര്യം അവിടെ പോകാൻ പറ്റില്ല. പുത്തിരി കണ്ടൊരു ബാത്റൂമുണ്ട്, അവിടെ പോകാൻ പറ്റില്ല. ഇവിടെ ഒരെണ്ണം പപ്പനാഥിൻ്റെ അടുത്തുള്ള ഒരെണ്ണം അടച്ചിട്ടിരിക്കുകയാണ്. അതും പ്രവർത്തനമില്ല.
അങ്ങനെ ഉണ്ടായാലും ഒരു രോഡത്തിന് അവിടെ കയറി പോകാൻ അവിടെ അതും പ്രവർത്തനമില്ല. അല്ലെങ്കിൽ ആരെങ്കിലും തുറന്നു കൊടുത്താൽ മതിയായിരുന്നു. എം എൽ എ ആയിട്ട് വരുമ്പോൾ അവരുടെ മനസ്സിൻ്റെ കെട്ടി പോലെ ഇരിക്കും. പിന്നെ അവർക്ക് മാത്രമേ ഒരു തീരുമാനം പാർട്ടി പറയുമ്പോൾ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. തീരുമാനം പാർട്ടിയുടെ വേറെ ആൾക്കാരുണ്ടല്ലോ. വികസനങ്ങൾ പൊതുവെ മൊത്തത്തിൽ എല്ലാം മോശമായ നിലപാടായിട്ടല്ലേ എല്ലാവരും പറയുന്നത്. ഞാൻ മാത്രമല്ലല്ലോ പറയുന്നത്. വികസനങ്ങളുടെ ഭാഗങ്ങളൊക്കെ ഒട്ടനവധി മേഖലകളിൽ കൂടുതലും കുറവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർ വന്നാലും ഗുണമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഒരു 5 വർഷക്കാലമായിട്ട് മേയർ ആര്യ രാജേന്ദ്രനാണ് നമ്മുടെ തിരുവനന്തപുരത്തെ മേയറായിട്ട് തുടരുന്നത്. ഈ കാലയളവിലുള്ള വികസനം നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഈ കാലയളവിലെ വികസനത്തിനുപരി കഴിഞ്ഞ കാലയളവിലെ കാലഘട്ടങ്ങൾ പോലെയല്ലേ ഒരു ചെറിയ മഴ വന്നാൽ പോലും ഇവിടുത്തെ ദുരിതങ്ങൾ ഇവിടെയുള്ള ആൾക്കാരല്ലേ അനുഭവിക്കുന്നത്. അപ്പോൾ അത് ഇന്നൊരാളെ മാത്രമായിട്ട് എടുത്ത് പറയണ്ട. ഇതിന് മുൻകാലങ്ങളിൽ ഇരുന്ന ആൾക്കാർക്കും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്, ഇപ്പോൾ ഉള്ളവർക്കും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ഓരോ വക മാറ്റി ഒട്ടനവധി പേയ്മെൻറ്റുകൾ ചിലവാക്കുന്നു. അതിൻ്റേതായിട്ടുള്ള പരിണാമ ഫലങ്ങളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. പുള്ളി ചെറുപ്പക്കാരിയാണ്, വിദ്യാഭ്യാസമൊക്കെ കൊണ്ട് നിന്ന് ജയിച്ചാൽ കുഴപ്പമില്ലാതെ പോകുന്നു തന്നെയാണ് തോന്നുന്നത്. പുള്ളിക്കാരി മേയറായിട്ട് വന്ന സമയത്ത് ചിലർ ഒരു ആരോപണം പറഞ്ഞിരുന്നത് പ്രായം കുറവായത് കാരണം അതിൻ്റെതായിട്ടുള്ളൊരു പക്വത കുറവുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ഇനി ഒരു MLA ആയി കഴിഞ്ഞാലും അങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഇപ്പം പ്രായം കുറച്ചും കൂടെ കൂടുതലുണ്ട്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകുന്നതിനാണ് തോന്നുന്നത്. വന്നാൽ നല്ല രീതിയിൽ പോവും. പക്ഷേ ഇടയ്ക്ക് നല്ല കുഴപ്പങ്ങൾ കാണിക്കാതിരുന്ന നന്നായിരിക്കും. ഇപ്പം പോകും പോലെ പോയാൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. അത് MLA മേയറായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇനി അവിടെ നോക്കണ്ട. മേയറിനെ എല്ലാം ഏർപ്പാണ് ജനങ്ങൾ. അവളെ പോരും അവളെ ജാടയെല്ലാം കാണുമ്പോൾ ജനങ്ങൾ ഒരു ഏർപ്പാണ്. ശിവൻകുട്ടി നിന്ന് കഴിഞ്ഞാൽ ജയിക്കും. അയാൾ നല്ല മന്ത്രിയാണ്. പക്ഷെ നല്ല ശിവൻകുട്ടി മേയറായിട്ടിരുന്ന സമയത്തിന് എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. നല്ല മേയറായിട്ട് നിന്ന്. അപ്പോൾ ഈ രാജേന്ദ്രൻ മേയറായിട്ടിരുന്ന എല്ലാവരും വെറുപ്പ് മാത്രമേ ഉള്ളൂ. ജനങ്ങൾക്ക് വെറുത്താണ്. MLA ശിവൻകുട്ടി നിന്ന് കഴിഞ്ഞാൽ ജയിക്കും. ഇവിടെ പാടാണ്, ചാൻസ് കുറവാണ്. പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 5 വർഷം അലിഗേഷനൊക്കെ ഉണ്ടല്ലോ പുള്ളിക്ക്. അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. കൂടുതലായിട്ട് രാഷ്ട്രീയം ഒന്നും അറിയില്ല. എങ്കിലും കുറച്ച് ന്യൂസ് കേൾക്കുന്നത് അത്രയേ ഉള്ളൂ. നല്ല വികസന പ്രവർത്തനമായിരിക്കും വരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. പുള്ളിക്കാരി മേയർ ആയിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു ആരോപണം ചെറുപ്പമായതുകൊണ്ട് അതിനുള്ള പക്വതയില്ല എന്നാണ്. ഒരു കാര്യമില്ല, 5 കൊല്ലത്തെ അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലായ കാര്യമല്ലേ. അവർ വളരെ ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യുകയും അത് പഠിക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത ഒരു മേയറാണ് ആര്യ രാജേന്ദ്രൻ. അതുകൊണ്ട് ഇനി അസംബ്ലിയിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും അവരുടെ പ്രവർത്തനങ്ങൾ മികച്ചതാണ്.